കാര്യം കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഫലം പുറത്തു വന്നപ്പോൾ എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളെയും കാറ്റിൽ പറത്തി 100-ലധികം സീറ്റുകളോടെ UDF മുന്നണി വിജയം കൊയ്യുകയായിരുന്നു. എന്നാൽ വമ്പിച്ച ഭൂരിപക്ഷത്തോടെയുള്ള ആ വിജയം ആഘോഷിക്കാൻ കോൺഗ്രസിനോ UDFിനോ കഴിഞ്ഞിരുന്നില്ല. ആരായിരിക്കും കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ അനിശ്ചിതത്വം നിലനിന്നതോടെ അത് CPMനും BJPക്കും വലിയ രാഷ്ട്രീയ ആയുധമായി മാറി. ദിവസങ്ങൾ നീണ്ട ചർച്ചകൾക്കൊടുവിൽ ജനഹിതം മാനിച്ചുകൊണ്ട് VD സതീശൻ മുഖ്യമന്ത്രിയാകട്ടെ എന്ന നിലപാടിലേക്ക് വയനാട് MP കൂടിയായ പ്രിയങ്ക ഗാന്ധി എത്തിയതോടെ രമേശ് ചെന്നിത്തല മത്സര രംഗത്തുനിന്ന് പുറത്തായി. പിന്നീട് ആഭ്യന്തര വകുപ്പ് ലഭിച്ചുവെങ്കിലും സതീശന് പിന്നിൽ രണ്ടാമനായി മാറാനായിരുന്നു അദ്ദേഹത്തിന്റെ വിധി. ചെന്നിത്തല അസ്തമിച്ചോ, സതീശന് മുന്നിൽ മുട്ടി നിൽക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളും സഹതാപ തരംഗങ്ങളും ആളിപ്പടർന്നു. എന്നാൽ UDF ഭരണം 100 ദിവസത്തിലേക്ക് അടുക്കുമ്പോൾ ചെന്നിത്തല വിസ്മയം തീർത്ത് അജയ്യനായി മാറുകയാണ്. കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായ സോണിയാഗാന്ധിക്ക്, അദ്ദേഹത്തിന്റെ തുടക്കം മുതലുള്ള വളർച്ച കണ്ട അതേ സോണിയാഗാന്ധിക്ക് ഇതിന് ഇരട്ടി സന്തോഷം ഇല്ലാതെ എങ്ങനെ പോകും? ഹൈക്കമാൻഡിന്റെ അന്തിമ തീരുമാനത്തിൽ മുഖ്യമന്ത്രി പദം വഴിമാറി കൊടുക്കേണ്ടി വന്നെങ്കിലും രമേശ് ചെന്നിത്തല എന്ന മുതിർന്ന രാഷ്ട്രീയ തന്ത്രജ്ഞന്റെ അധ്യായം അവസാനിച്ചു എന്ന് കരുതിയവർക്ക് തെറ്റുപറ്റിയിരിക്കുകയാണ്. ആഭ്യന്തര വകുപ്പിന്റെ അമരത്തെത്തിയതോടെ സംസ്ഥാന ഭരണത്തിന്റെ നിയന്ത്രണ കേന്ദ്രമായി സ്വയം മാറുന്ന കാഴ്ചയാണ് കേരളം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. മന്ത്രിസഭയിൽ രണ്ടാമനായി ഒതുങ്ങി നിൽക്കാനല്ല, മറിച്ച് സ്വന്തം കർമ്മശേഷി കൊണ്ട് സർക്കാരിൽ താൻ തന്നെയാണ് പ്രധാനിയെന്ന് തെളിയിക്കാനാണ് ഇത്തവണ ചെന്നിത്തല കളത്തിലിറങ്ങിയിരിക്കുന്നത്. IPS തലപ്പത്ത മാറ്റങ്ങൾ മുതൽ താഴെത്തട്ടിലെ സ്റ്റേഷൻ ഭരണം വരെ ചെന്നിത്തലയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിലുമാണ്. കണ്ണൂർ മേഖലയിലെ പോലീസിനെ പോലും വെല്ലുവിളിച്ചു നടന്ന അർജുൻ നായങ്കിയെ ശാസ്ത്രീയമായി നീക്കങ്ങളിലൂടെ പിടികൂടാൻ കഴിഞ്ഞത് ചെന്നിത്തലയുടെ കടും പിടുത്തത്തിന്റെ കൂടി ഫലമാണ്. ഗുണ്ടാ കൊട്ടേഷൻ സംഘങ്ങൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയെടുക്കുന്ന മന്ത്രി എന്ന ഇമേജ് സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് കഴിയുകയും ചെയ്തു. മയക്കുമരുന്ന് മാഫിയകൾക്കെതിരെ ഓപ്പറേഷൻ തൂഫാനും രാത്രികാല കുറ്റകൃത്യങ്ങൾ തടയാൻ ഓപ്പറേഷൻ ഗ്രില്ലും പ്രഖ്യാപിച്ച് അദ്ദേഹം കുറ്റവാളികളുടെ ഉറക്കം കെടുത്തുകയാണ്. ഭരണപക്ഷത്തിന് വേണ്ടപ്പെട്ടവരായാലും VIP-കളായാലും കുറ്റം ചെയ്താൽ സംരക്ഷിക്കില്ലെന്ന ശക്തമായ സന്ദേശവും അദ്ദേഹം വാഴോട്ടുകോണം കൗൺസിലർ സുഗതന്റെ അറസ്റ്റിലൂടെ നൽകിയത്. ഒപ്പം വർഗീയ പ്രചാരണം നടത്തിയ TG മോഹൻദാസിനെതിരെ നടപടി സ്വീകരിക്കാനും പോലീസ് ആർജവം കാണിച്ചു. CPMന്റെ പ്രീതി സമ്പാദിച്ച അർജുൻ നായങ്കിയെയും തിരുവനന്തപുരത്ത് ഭരണത്തിലിരിക്കുന്ന മുന്നണിയിലെ കൗൺസിലറെയും വലതുപക്ഷ നിരീക്ഷകനെയും ഒരുപോലെ കുരുക്കിലാക്കാൻ കഴിഞ്ഞത് ആഭ്യന്തര വകുപ്പിന്റെ നിഷ്പക്ഷതയ്ക്ക് തെളിവാണ്. മുഖ്യമന്ത്രി കസേര കൈവിട്ടു പോയെങ്കിലും കൃത്യമായ ഓപ്പറേഷനുകളിലൂടെ വീറോടെ ഭരണത്തിലൂടെയും സതീശൻ സർക്കാരിലെ യഥാർത്ഥ പവർ ഹൗസ് താൻ തന്നെയാണ് എന്ന് തെളിയിക്കുകയാണ് ഓരോ ദിവസവും രമേശ് ചെന്നിത്തല എന്ന ആഭ്യന്തരമന്ത്രി.